ദിലീപ്, ഇത് അല്പസമയത്തിനും IMF യോഗം ചേരാനിരിക്കുന്നു. IMF ഇത് പാകിസ്ഥാന് അടുത്ത ഗഡു ലോൺ അനുവദിക്കുമോ എന്ന് ആകാംക്ഷയോടെ നോക്കുന്നു. ഇന്ത്യ അവിടെ ശക്തമായി എതിർപ്പറിയിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാൻ ഇനി പണം കൊടുക്കരുത്, ആ പണം ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ള കാര്യം. മാത്രമല്ല പാകിസ്ഥാൻ കൂടുതൽ രാജ്യങ്ങളോട് ഈ പറയുന്ന പണം ആവശ്യപ്പെടുന്നു എന്ന തരത്തിൽ, അക്ഷരാർത്ഥത്തിൽ ഭിക്ഷ യാചിക്കുന്നത് പോലെ പണം ആവശ്യപ്പെടുന്നു എന്ന തരത്തിലെ സൂചനകൾ അവരുടെ തന്നെ ഒഫീഷ്യൽ ഹാൻഡിലുകളിൽ നിന്ന് വരുന്നുമുണ്ട്. ദിലീപ് കുമാർ, പാകിസ്ഥാനെ സംബന്ധിച്ചും അവരുടെ അടിമുടി തകർന്ന രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഈ IMF യോഗം അവർക്ക് പ്രധാനമാണ്, ഒരർത്ഥത്തിൽ നമുക്കും പ്രധാനമാണത്. ദിലീപ്. ഹാഷ്മി, IMF നിർണായക യോഗം ഇന്ന് ചേരാനിരിക്കുകയാണ്. പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായമാണ് പ്രധാനമായും ഈ യോഗം ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ ആകട്ടെ മറ്റൊരു പ്രഹരം കൂടി ഏൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ സാമ്പത്തിക സഹായം നൽകരുത് എന്ന ആവശ്യം IMF ഇന്ത്യ ആവശ്യപ്പെടും. നേരത്തെ നൽകിയ സഹായം ഭീകരപ്രവർത്തനങ്ങൾക്കാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഈ സഹായം നൽകേണ്ടതില്ല എന്നതായിരിക്കും പ്രധാനമായും ഇന്ത്യ ഉന്നയിക്കുക. $7 ബില്യൺ സഹായം, $7 ബില്യൺ ബെയിലൗട്ട് പാക്കേജാണ് നേരത്തെ പാകിസ്ഥാന് IMF രാജ്യാന്തര നാണയനിധി വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ രാജ്യാന്തര നാണയനിധി വാഗ്ദാനം ചെയ്തിട്ടുള്ള അതനുസരിച്ചാണോ ഒന്നാം ഗഡു നേരത്തെ നൽകിയതാണ് $1.7 ബില്യൺ. ആ തുക അവർ നൽകിയ നോംസ് അനുസരിച്ച് തന്നെയാണോ, അവരുടെ ചട്ടപ്രകാരം തന്നെയാണോ വിനിയോഗിച്ചിട്ടുള്ളത് എന്ന കാര്യം പരിശോധിച്ചായിരിക്കും രണ്ടാം ഗഡു അനുവദിക്കുക. $1.3 ബില്യൺ, ഏതാണ്ട് 10,000 കോടി രൂപ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുകയെ ആശ്രയിച്ചായിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്നത് ഈ പണത്തിലാണ്. കാരണം വലിയ തോതിലുള്ള പണപ്പെരുപ്പം പാകിസ്ഥാൻ നേരിടുന്നുണ്ട്, വലിയ വിലക്കയറ്റം പാകിസ്ഥാൻ നേരിടുന്നുണ്ട്, വലിയ സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ചെറുതായെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ IMF സാമ്പത്തിക സഹായം കൂടിയേ തീരൂ. അതുകൊണ്ട് ആ സഹായത്തിലാണ് പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ ആകട്ടെ ശക്തമായി ഇതിനെ എതിർക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പാകിസ്ഥാനി സഹായം നൽകാനുള്ള തീരുമാനം IMF കൈക്കൊണ്ടപ്പോഴൊന്നും ഇന്ത്യ എതിർത്തിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം അവർ ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക് തുക ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തി അതിനെ എതിർക്കാൻ തീരുമാനിക്കുന്നുണ്ട്. 190 അംഗരാജ്യങ്ങളാണ് ഇതിൽ IMF ഉള്ളത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗമാണ് ചേരുന്നത്. പാകിസ്ഥാൻ പ്രതിനിധികളുമായും ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. മറ്റൊന്ന് FATF ആവശ്യപ്പെടുന്നത് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തണമെന്നാണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അത് ഈ ലോകത്ത് കള്ളപ്പണം തടയുക, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, ഭീകരപ്രവർത്തനങ്ങൾക്കൊക്കെ പണവിനിയോഗം അത് തടയുക എന്നതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. 40 പേരാണ് ഈ FATF ഉള്ളത്. അതിൻ്റെ പ്ലീനറി സമ്മേളനം, വർഷത്തിൽ 3 തവണ ചേരുന്ന പ്ലീനറി സമ്മേളനത്തിലാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ, ഈ ഗ്രേ ലിസ്റ്റിൽ പെടുത്തേണ്ടതടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത്. 38 അംഗരാജ്യങ്ങളും 2 സംഘടനകളും ഈ FATF ഉണ്ട്. നേരത്തെ FATF 2018 പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയിരുന്നതാണ്. 2022 ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കിയത്. അങ്ങനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തുകയാണെങ്കിൽ പാകിസ്ഥാനിലേക്കുള്ള വിവിധ ഏജൻസികളുടെ സാമ്പത്തിക സഹായം തടയാനാകും. അതോടൊപ്പം തന്നെ വിദേശ നിക്ഷേപം ഏതാണ്ട് ഇല്ലാതാക്കുന്ന തരത്തിലേക്ക്, ഉപരോധിക്കുന്ന തരത്തിലേക്ക്, മരവിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്നതിന് ഈ FATF ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയാൽ അതുവഴി ഇന്ത്യയുടെ ലക്ഷ്യം പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തുക എന്നുള്ളതാണ്. ആ ആവശ്യവും FATF ഇന്ത്യ ഉന്നയിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. സൈനിക നീക്കങ്ങളിലൂടെ പാകിസ്ഥാനിലുള്ള ആഭ്യന്തര വിഷയങ്ങളുണ്ട്, പാകിസ്ഥാൻ നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അങ്ങനെ പാകിസ്ഥാനെ 4 വഴിക്കും പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഏതാണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ട നിലയിലാണ് ഇപ്പോഴുള്ളത്. ഹാഷ്മി. ദിലീപ് കുമാറാണ് IMF യോഗത്തിൻ്റെ വിവരങ്ങൾ നൽകുന്നത്. IMF യോഗത്തിൽ പാകിസ്ഥാൻ ഇനി 5 നയാ പൈസ കൊടുത്തുകൂടാ എന്ന് ഇന്ത്യ ശക്തമായി തന്നെ ആവശ്യപ്പെടാൻ പോകുന്നു. തെളിവടക്കമാണത് ആവശ്യപ്പെടുന്നത്. അങ്ങനെ കൊടുക്കുന്ന പണം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനിലെ ആൾക്കാരുടെ ഗുണത്തിനായി, ക്ഷേമത്തിനായി ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് മാത്രമല്ല, അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി റീറൂട്ട് ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിവ് സഹിതമാണ് രാജ്യം IMF പറയാൻ പോകുന്നത്. IMF അത് മുഖവിലക്കെടുക്കാതിരിക്കാൻ കഴിയില്ല. അല്പസമയത്തിനും IMF യോഗം പാകിസ്ഥാനെ സംബന്ധിച്ചും അത് അതീവ നിർണായകമാണ്. ഒരു ദിവസം പാകിസ്ഥാൻ യുദ്ധത്തിന് ചിലവാകേണ്ടി വരും. ഒരു ദിവസം ഏതാണ്ട് 370 കോടിയാണെന്ന് ചില കണക്കുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അങ്ങേയറ്റം സാമ്പത്തികമായി അടിപതറി നിൽക്കുന്ന, അല്ലെങ്കിൽ തന്നെ
മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട ഗതികേട് നിൽക്കുന്ന രാജ്യത്തിന് യുദ്ധം എന്നുള്ളത് താങ്ങാനാവുന്നതല്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ സൈനിക നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ IMF-ൽ നിന്ന് പണം കിട്ടുമെന്ന അവരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷകൾ അസ്തമിപ്പിക്കാൻ അല്ല, ആ പ്രതീക്ഷകൾ തീർക്കാനാണ് രാജ്യത്തിൻ്റെ തീരുമാനം. എന്തായാലും നിർണായക IMF യോഗം അല്പസമയത്തിനകം ചേരുന്നുണ്ട്. അപ്പോൾ അറിയാൻ കഴിയും. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ അതീവ ജാഗ്രതയാണ്. ജമ്മുവിൽ അല്പസമയം മുൻപ് ഒമർ അബ്ദുള്ള എത്തിയിട്ടുണ്ട്. അവിടെ ചില പ്രധാനപ്പെട്ട സന്ദർശനങ്ങൾ, ചില പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ ഒമർ അബ്ദുള്ള നടത്തുകയുമാണ്. അതോടൊപ്പം സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയെ കാണും എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം പ്രധാനമന്ത്രി ധരിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രിയും നടത്തിയ നീക്കങ്ങൾ പുലർച്ചെ വരെ കാര്യങ്ങൾ നോക്കിക്കണ്ടിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒക്കറ ക്യാൻഡിൽ ഇപ്പോൾ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ഒക്കറ ക്യാൻഡിൽ അവരുടെ പാക് ആർമി ബേസിൽ ഇന്ന് പുലർച്ചെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ രാജ്യം തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ നാണയത്തിന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ഡ്രോണിന് ഒരു ഡ്രോൺ അങ്ങോട്ട് എന്ന നാണയത്തിൽ ഈ പറയുന്ന എസ്കലേഷൻ ലാഡർ എന്ന നയതന്ത്ര ഭാഷയിൽ പറയുന്ന പ്രകോപന ഏണിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പടി കൂടുതൽ വെക്കാതെ ഇങ്ങോട്ടുണ്ടാകുന്ന പ്രകോപനം എത്രയാണോ അതേപോലെ തന്നെ അളന്നു കുറിച്ചാണ് അങ്ങോട്ടേക്കുള്ള തിരിച്ചടി. അത് രാജ്യം സമാധാനത്തിന് കൊടുക്കുന്ന സമാധാനത്തിലുള്ള പ്രതിബദ്ധതയിൽ ചെയ്യുന്നതാണ്. മാത്രമല്ല, നമ്മൾക്ക് എസ്കലേഷൻ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ ഒരു താല്പര്യമില്ല. നമ്മൾ ഏറ്റവും ഒടുവിലും നമ്മൾ ആവർത്തിക്കും. ഇന്നലെയും വൈകുന്നേരം മുതൽ ഇന്നലെ ഒരു 8:15 തുടങ്ങി 8:30 തുടങ്ങി ഒരു 10 വരെ നീണ്ട അങ്ങേയറ്റത്തെ മര്യാദയില്ലാത്ത പ്രകോപനങ്ങൾക്ക് ശേഷവും നമ്മൾക്ക് എസ്കലേഷൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ പിന്നെയും ആവർത്തിക്കുന്നത്. നമ്മുടെ ആ സമാധാന ആഗ്രഹം ഒരു ദൗർബല്യമായി പാകിസ്ഥാൻ കാണുകയാണെങ്കിൽ അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരുപക്ഷെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഇപ്പോൾ നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും നിർണായകമാണ്. ഈ ആക്ഷൻ ഈ രീതിയിൽ തുടരേണ്ടതാണോ, അതോ ഇനി അതിർത്തിക്കപ്പുറത്തു നിന്നും നമ്മുടെ സാധാരണക്കാരെ കൊല്ലാൻ വേണ്ടി വരുന്ന ഷെല്ലുകൾ തൊടുക്കാനാവാത്ത വിധം പാകിസ്ഥാനെ നിർവീര്യമാക്കണോ, തുടങ്ങി ഡിഫ്യൂസ് ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ആ യോഗത്തിൽ ചർച്ചയാവാൻ പോകുന്നുണ്ട്. അതിനുശേഷം ഇന്ന് വൈകിട്ടാണ് വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ പിടിയിലുള്ള പാക് പൈലറ്റിൻ്റെ പേരെന്താണ് അടക്കമുള്ള കാര്യങ്ങൾ, അയാളെ കൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ കുറേയധികം കാര്യങ്ങൾ, ഈ പറയുന്ന കറാച്ചിയുടെ കാര്യത്തിലടക്കം ചില വാർത്താ സ്ഥിരീകരണങ്ങൾ ആ യോഗത്തിൽ ഉണ്ടാവേണ്ടതുമുണ്ട്.